ഇവിടെ ഒരു ഫങ്ഷന് പോവുകയാണ് കേട്ടോ. സൗണ്ട് കുറവായിരിക്കും കാരണം റോഡാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്ലേസാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഈ പ്ലേസ് ഞാനും ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾക്കും കാണിച്ചു തരാം. ഞാൻ ഇവിടെ തന്നെയാണ് ജനിച്ച് വളർന്നതെങ്കിലും ഞാൻ കാണാത്ത പ്ലേസസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എല്ലാം. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇൻട്രോ പറയാൻ വിട്ടു. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം കേട്ടോ. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. സോ ഇനി നമുക്ക് ഇവിടുത്തെ പ്ലേസസ് ഒക്കെ ഒന്ന് കാണാം. ഞാൻ ഇവിടെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കാം. നിങ്ങളും കണ്ടോ? അതേ എന്നിട്ട് വന്ന് ഞങ്ങളെ കഴിക്കാനിരുന്നു. സോ ദേ വന്നു എൻ്റെ ചോറ്, നെച്ചോറും കറിയുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. വാ പൂച്ചേനെ കാണിച്ചു തരാവേ. നല്ല ക്യൂട്ടൊരു പൂച്ചക്കുട്ടി. അയ്യോ ഇത് കരയും ചെയ്യുന്നു. എനിക്ക് പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വ്ളോഗ് തുടക്കം മുതൽ കാണുന്നവർക്കൊക്കെ അറിയാം. എന്തേ ജോ വരുന്ന നീ കൂടെ. അത് ശരി, വരുന്നോന്ന് ചോദിച്ചപ്പോ അവിടെ തന്നെ നടക്കുന്ന. ഞാൻ പോണു, നീ അവിടെ കിടന്ന് കരഞ്ഞോ? എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കളറ്. ഞാൻ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ കാണിച്ചു തരാവേ. എൻ്റെ ബ്ലാക്ക് കളറിന് എൻ്റെ കരുമാടിക്കുട്ടനെ എൻ്റെ സ്റ്റുഡൻസ് കൊണ്ട് തന്നതാണ്. ഇതും ഇപ്പോൾ പാലാച്ചിന് പോയ വീട്ടിലതും ഞാൻ പഠിപ്പിച്ചിരുന്ന കുട്ടികളുടെ തന്നെ വീടിൻ്റെ പാലാച്ചായിരുന്നേ. ഈ വഴിയൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് കണ്ടുകൊണ്ട് വന്ന വഴികളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വ്ളോഗാക്കാന്ന്. ഇത് കണ്ടിട്ടാണ് കേട്ടോ പറയുന്നത് വീഴലും. ശരിയാ, ഫോണിൽ കൂടി നോക്കി നടന്ന ഉറപ്പാണ് ഒരു വീഴ്ച. എനിക്ക് വഴി പറഞ്ഞു തന്ന ആളുടെ വഴി പറഞ്ഞു. ഞാൻ പഠിച്ചു കേട്ടോ ഇങ്ങോട്ടുള്ള വഴി. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ. ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടേ ഇല്ലായിരുന്നു. ഇതിപ്പോൾ വീഡിയോ എടുക്കണ വഴി ഇതെനിക്ക് ശരിക്കും നല്ലൊരു മെമ്മറി ആയിരിക്കും. കളയല്ലേ, നല്ല നീറ്റായിട്ടുള്ളൊരു വഴി. ഇതോ ആ കാണുന്നതില്ല, അത് പള്ളിപ്പരയാണ്. ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിട്ട് ഇവിടെ ഒരു പള്ളിപ്പര ഉണ്ടെന്ന് അറിയുന്നത് ഉമ്മ പറഞ്ഞപ്പോഴാണേ. എനിക്ക് അത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ, എനിക്ക് ഒട്ടും അറിയത്തില്ല. എൻ്റെ വീടിൻ്റെ ആ ഒരു അപ്പുറം ഇപ്പുറവും ഫ്രണ്ട് സൈഡും ഞാൻ എപ്പോഴും പോണ റൂട്ടും, അതല്ലാതെ എനിക്ക് അധികം എവിടുത്തെ ഒന്നും അറിയില്ല. പക്ഷേ ഇന്നത്തെ അന്തരീക്ഷം കൊള്ളാട്ടോ, അധികം വെയിലൊന്നുമില്ല. എന്നിട്ടും കുടയും പിടിച്ച് നടക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബേബിക്കുട്ടി വെയിലില്ലെങ്കിൽ കുടയും പിടിച്ച് നടക്കത്തുള്ളൂ. രണ്ട് ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ട്, നമുക്ക് കാണാം. ഓഹോ, കരിങ്കുട്ടന്മാർ, എൻ്റെ കാറ്റിനെ കണക്ക്. എൻ്റെ പൂച്ചക്കുട്ടിയുടെ പേര് കുട്ടൂസ് എന്നാണേ. ഞാൻ കാണിച്ചു തരാം വീട്ടിൽ ചെല്ലുമ്പോൾ. ഇതാണ് ഞാൻ പറഞ്ഞ പള്ളിപ്പര. ആക്ച്വലി ഈ വീട് എനിക്കും എപ്പോഴും എടുത്ത് നോക്കാമല്ലോ. കൊള്ളാം ഈ പരിപാടി. ഇവിടെ ഇത് വയലേരിയ അല്ലായിരുന്നു അമ്മ? ഓക്കെ, ഇത് കംപ്ലീറ്റ് വയലായിരുന്നു എന്നാണ് എൻ്റെ ഉമ്മ പറയണേ. എനിക്കറിയത്തില്ല. ഇതോ ഒരാശയം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്, കാണിച്ചു തരാം. നോക്കി, ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണെന്ന് അറിയാൻ വയ്യ. ആള് വീഡിയോക്ക് പോസ് ചെയ്ത് തരിക നല്ല കാര്യമായിട്ട്. അപ്പം നമുക്കൊരു മോഡലിനെ കിട്ടിയിട്ടുണ്ട്. ചെറിയ കുട്ടിയെങ്ങാനും ആയിരുന്നെങ്കിൽ ഇല്ലല്ല അവിടെ പോയി നിന്ന് കളിക്കാൻ നല്ല രസമായിരുന്നേനെ. കാണിച്ചു തരാം, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഒരു മരം ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ടോ, അവിടെ ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ, കാറ്റൊക്കെ കൊണ്ടിട്ട്. ശരിയാ, ഇതോ ആളുകളൊക്കെ നടക്കുന്നത്. അത് ഞാൻ ആദ്യമായിട്ട് കുറേ വഴികളുണ്ട് കേട്ടോ ഈ പാലാച്ചി വീട്ടിലോട്ട് വരാനായിട്ട്. അതിലൊരു വഴി കൂടിയാണ് ഞാൻ ഈ നടന്നു വന്നേ. ഒത്തിരി വഴിയുണ്ടെന്ന് അമ്മ പറയുന്നത്, എനിക്കറിയില്ല. ഇതിലേക്കൂടിയൊക്കെ കുറേ ആൾക്കാർ പോകണുണ്ട്. എനിക്ക് അറിഞ്ഞൂടോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത്. ഈ വഴിയിലാണ് കേട്ടോ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ വീടും ഉള്ളത്. ഉമ്മ കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അവനിവിടെ എങ്ങനെയാണ് താമസിക്കുന്നതെന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം വീട്. അയ്യോ, കണ്ണിമാങ്ങ പിടിച്ച് കിടക്കും. കണ്ണിമാങ്ങയെന്ന് ഉണ്ണിമാങ്ങ അല്ലേ? ഉണ്ണിമാങ്ങ എന്നല്ലേ പറയുന്നത്? ആ കണ്ണിമാങ്ങ ഉണ്ണിമാങ്ങ ഏതോ മാങ്ങ കുഞ്ഞുമാങ്ങ പിടിച്ച് കിടക്കുന്നു. ഇതോ പോയി എനിക്ക് പറഞ്ഞു തന്നും കൊണ്ട്. എന്നെ വെയിറ്റ് ചെയ്യാത്ത നോക്കിക്കേ.
ഇത് ഞങ്ങളുടെ പഴയ അയൽക്കാരുടെ വീടാണേ. ഇനി എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ വീടാന്ന് പറഞ്ഞില്ലേ, കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാവേ. അവരുടെ മതിലല്ലേ ഇത്? ഓക്കെ, ഇത് അവരുടെ മതിലാണ്. എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതാണ്. പക്ഷേ ഇതാണ് കേട്ടോ വീട്. ഇവിടെ ആരുമില്ല, അവന് ജോലിയൊക്കെ ഉണ്ട്, അപ്പം അതിന് പോയിരിക്കുന്നതാണ്. സോ ഞാൻ വീട് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനും ആദ്യമായിട്ട് തന്നെ കാണുകയാണ് കേട്ടോ. ഓക്കെ, ഇതിൽ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കണ്ടു, ഇപ്പോൾ തിരിച്ച് നല്ലോണം വന്നപ്പോൾ കണ്ടു. എനിക്കറിയില്ലായിരുന്നു എവിടെയാണ് താമസിക്കുന്നതെന്നുള്ളത്. അതായത് ഇങ്ങോട്ടാണെന്ന് അറിയാം, പക്ഷേ ഇവിടെ ഏത് വീടാണ് അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. പറയുന്നത് ഇവിടേക്ക് കുറേ അധികം മാറിപ്പോയി എന്നാണ് കേട്ടോ പറയണത്. എൻ്റെ മൂക്കിലൊരു കുരുപ്പ് വരണം, അതാണ് ഇതാ ഇങ്ങനെ ചുമന്ന് കിടക്കുന്നത്. ചുമപ്പ് മാത്രമല്ല, ചെറുതായിട്ട് നീരും ഉണ്ടെന്ന് തോന്നുന്നു. ഉമ്മയും ഇവിടെ കുറേ നാൾ കൂടി വരുന്നതാണ്, പക്ഷേ ഉമ്മ വഴിയൊന്നും മറന്നിട്ടില്ല. പക്ഷെ കുറേയേറെ മാറ്റങ്ങളുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. വീടൊന്നും തിരിച്ചറിയാൻ വയ്യ, അയ്യോ എനിക്ക് മറവി പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ നടപ്പുണ്ട് കേട്ടോ. കുറച്ചൊക്കെ മറക്കണ്ടേ, വയസ്സായെന്നൊക്കെ ഉള്ളൊരു ചിന്ത വേണ്ടേ അല്ലേ? അയ്യോ, അത് മാത്രം പറയരുത്. എൻ്റെ ഉമ്മ ഇപ്പോഴും നല്ല ചുറുചുറുക്കുള്ള നല്ല എനർജറ്റിക് ഒക്കെയാണ്. എൻ്റെ മക്കൾ പറയും എൻ്റെ ഉമ്മാനെ ഒന്നിനും കൊള്ളില്ല, പക്ഷെ ഞങ്ങളുടെ ഉമ്മച്ച ബൂസ്റ്റ് ഓടിച്ചാണ് കാണുന്നത്. അയ്യോ, അവിടെ എന്തോ പറ്റി? അപ്പം ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വഴികൾ. ഞാനും നിങ്ങളും ഒരേപോലെ കാണുന്ന വഴികൾ. ഞാനേ എൻ്റെ ഉമ്മയുടെ തലയിൽ ഒരു ഡെക്കറേഷൻ വർക്ക് കാണിച്ചു തരാം. എനിക്ക് മുടി കെട്ടിയിട്ട് അപ്പുറവും ഇപ്പുറവും കുത്തണമെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ചാണ് കേട്ടോ, കല്യാൺ സിൽക്സിൽ നോക്കിക്കോ. ഒന്ന് അടങ്ങി നിൽക്കുമോ, ഞാൻ എടുക്കട്ടെ. ഇതാ കണ്ടോ, കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആള് ഇങ്ങനെ സാരി എടുത്തിട്ട് എനിക്കിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കുത്തണമെന്നും പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. അടങ്ങി നിൽക്കുന്നുണ്ടോ, കൊള്ളാമല്ലേ, അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളെയും കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയുണ്ട് കേട്ടോ നടക്കാനായിട്ട്, കുറച്ച് ദൂരവും കൂടി. ഞാൻ നടക്കാൻ ഭയങ്കര മടിച്ചിയാണ്. അയ്യോ, ഇത് കണ്ടോ എൻ്റെ ഉമ്മ നടക്കുന്നത്, ഞാൻ മടിച്ചിയാണ്, എനിക്ക് ഭയങ്കര പാടാണ് നടക്കാൻ. കുറച്ച് ദൂരമൊക്കെ ഓക്കെ, കുറച്ച് ദൂരമായി, പക്ഷെ കൊള്ളാം ഇതൊക്കെ കണ്ടും കൊണ്ട് നടക്കാനായിട്ട്. ബട്ട് ഞാനൊരു മടിച്ചിയായതുകൊണ്ടാണ് കേട്ടോ. അമ്മ എനിക്ക് ഓരോ ആൾക്കാരുടെ വീട് ഇതാണെന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇനി ഒരു കയറ്റമാണ്, ഒരു 1.5 കയറ്റം. ഇത്ര നേരം വരെ കൊള്ളായിരുന്നു, ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കണം. ഇത് കണ്ട, ഇനി നടക്കാനുള്ള ദൂരം, അയ്യോ നീണ്ടു നിവർന്ന് നടക്കുകയാണേ. ഇതിലേക്കൂടെ പോകാമെന്ന് ഉമ്മ പറഞ്ഞു, പക്ഷേ എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എനിക്ക് ഈ റൂട്ടേ അറിയുള്ളൂ. ഇതോ കണ്ട നിൽക്കുന്നത്, ഇതാണ്. എല്ലാവരെയും കാണുമ്പോൾ ഇങ്ങനെ നിന്നാണ് വരുന്നത്. ഇവിടം വരെ എനിക്ക് വഴി അറിയാം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. ഇവിടം വരെ ഞാൻ ഓക്കെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് എൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയാം, അത്രയൊക്കെ അറിവുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ വീട്ടിലേക്കുള്ള, അയ്യോ ഞങ്ങളുടെ AVK ബസ്, ഞങ്ങളുടെ ഈ റൂട്ടിലേക്കുള്ള ഒരേ ഒരു ബസ് അവിടെ നീ, എനിക്ക് വണ്ടി കയറണ്ട. എവിടെ മറ്റേ എണ്ണനാ? അതിനാണ് ഞാൻ കയറി എടുത്തിട്ട് പോവാം. എവിടെ ഞാൻ പറഞ്ഞോളാം. താങ്ക് യു. ഞങ്ങളുടെ നാട്ടിൽ ഈ റോഡിൽ കൂടി ഓടുന്ന ഒരേ ഒരു ബസ് കണ്ടോ. ഈ ബസ്സിനെ കാണിച്ചില്ലെങ്കിൽ ശരിയാവോ? ഇല്ല. ഞങ്ങളുടെ റോഡിൻ്റെ പരുവം കണ്ടോ. ഇവിടെ എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റൂല, ബിക്കോസ് കണ്ട പണി നടക്കും.
ആ വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റാഞ്ഞേ. സോ ഞാൻ ആ ഭാഗം വോയിസ് ഓവർ തരാവേ. ഓക്കെ, ഇത് കണ്ട എന്ത് നല്ല റോഡാണെന്നറിയോ. കണ്ട 2-3 ബസ് ഓടിക്കൊണ്ടിരുന്ന ഒരു റൂട്ടായിരുന്നു. അതുകൊണ്ട് ഈ ബസ് ഓടുന്നത് എനിക്ക് കാണിച്ചു തന്നേ മതിയാകും. കാരണം ഈ ഒരു AVK ബസ്സുകാരല്ലാതെ വേറെ ആരും ഈ റൂട്ടിൽ ഓടൂല. അത്ര കഷ്ടമാണ്. ഓക്കെ, ഇനി എൻ്റെ വീടെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ്സിനകത്ത് കയറാൻ പറ്റും. സോ ആ ഡ്രൈവറാണെങ്കിലും എന്താണ് കണ്ടക്ടറൊക്കെ ആയിട്ട് നമ്മൾ നല്ല കമ്പനിയാണ് കേട്ടോ. ദേ എത്തി ഞങ്ങളുടെ വീട്. എൻ്റെ കുട്ടൂസിനെ കാണിച്ചു തന്നിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കാവേ. സോ തുറന്നോളൂ. ഞങ്ങൾ പുതിയ കീ ചെയിൻ വാങ്ങിച്ചു കേട്ടോ, കാണിച്ചു തരാം. സോ ഞാൻ എസ് ഭാരതി പോയപ്പോൾ വാങ്ങിച്ചതാണ്. എന്താ കൊള്ളാമല്ലേ? നേരത്തെ അത് ചീത്തയായിപ്പോയി, അപ്പോൾ പിന്നെ മേടിച്ചോ. സോ ഞങ്ങളുടെ വീട്ടിലേക്ക് ദേ വന്നു എൻ്റെ ദേ നോക്ക്, എല്ലാത്തിനകത്തും പൂടിച്ച് നിൽപ്പുണ്ട്. എൻ്റെ കടലാസ് ചെടികളിലെല്ലാം കണ്ടില്ലേ, അടിപൊളിയല്ലേ? എല്ലാത്തിനകത്തും പൂക്കളുണ്ട്. ദേ കണ്ട. ആൻഡ് ചക്ക, ഇതെന്ത് ചക്കയാണെന്നറിയാമോ? തേൻ വരിക്ക ചക്ക. എന്തൊരു മധുരമെന്നറിയാമോ ഈ ചക്കയ്ക്ക്? അയ്യോ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചെമ്പരത്തി ചക്ക, തേൻ വരിക്ക ചക്ക എന്നൊക്കെ പറയത്തില്ല. അതെ, ഇപ്പോൾ പിടിച്ച് തീരാറായിട്ടോ. ഇത് ഇത്രയും കൂടി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് റോഡിലോട്ടും കിടക്കുന്ന അതിനകത്തും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ട വ്യൂ, കണ്ട ചക്ക ഇതാണ്. അവിടെ കുറേ ഒരു 3-4 എണ്ണം പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചക്ക. എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ? ചക്ക ഇഷ്ടമില്ലാത്ത ഞാൻ ഈ ചക്ക കഴിക്കും കേട്ടോ. അത്ര ടേസ്റ്റാണ്. ഉമ്മ ഇടയ്ക്ക് ചക്കപ്പായസമൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു. ഇതാക്കണ്ട, എൻ്റെ ഇതിനകത്തെല്ലാം പൂ പിടിച്ച് നിൽക്കുക. നിറയെ നിൽപ്പുണ്ട്. ഞങ്ങളുടെ അരളിയിലൊക്കെ നിൽപ്പുണ്ട്. 10 മണി പൂവുണ്ട്. കണ്ടില്ലേ? എൻ്റെ കുട്ടൂസിനെ കാണുന്നില്ല. കുട്ടൂസിനെ അടച്ചിട്ടിട്ട് വന്നുകൊണ്ടാട്ടോ കാണാത്ത. ഞാൻ പോയി തുറന്ന് വിടണം. കണ്ട, എല്ലാത്തിനകത്തും നിറയെ പൂ പിടിച്ച് നിൽപ്പുണ്ട്. അടിപൊളിയല്ലേ? കണ്ടില്ലേ? സൂപ്പർ അല്ലേ? എല്ലാത്തിലും പൂ പിടിച്ചത്. ഇതിനകത്ത് നല്ല നിറയെ നിൽപ്പുണ്ട്. കണ്ടില്ലേ? പൂക്കളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവില്ല. എൻ്റെ വീട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഡബിൾ കളർ ഉണ്ടായിരുന്നു, പക്ഷെ പിടിച്ച് വന്നപ്പോഴത്തേക്ക് ഒറ്റ കളറായി. ഞാൻ എൻ്റെ കുട്ടൂസിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാതിരുന്നാൽ ശരിയാവില്ലല്ലോ. സോ നമുക്ക് നമ്മുടെ കുട്ടൂസിനെ കാണാൻ പറ്റും. കുട്ടൂസിനെ തുറന്നു വിട്ടാലേ കാണാൻ പറ്റും, ചുമ്മാ കാണാൻ പറ്റില്ല. കുട്ടൂസിനെ അടുക്കളയിലിട്ട് അടച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഇല്ലെങ്കിൽ ഇവനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കിടന്ന് കുരുത്തക്കേട് ഒപ്പിക്കും. അതാണ്. സോ ലൈറ്റ് ഇട്ടിട്ടില്ല, കുറച്ച് ഇരുട്ടായിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ കുട്ടൂസിനെ കാണാം. സോ ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാവേ. കണ്ട എൻ്റെ കുട്ടൂസ് ഇവിടെയാണ് കേട്ടോ. കുട്ടൂസ് കയറി കിടക്കുന്നത് ഞങ്ങളുടെ ഈ കിച്ചണിൽ, ഈ മുകളിലായിട്ട്. ഞാൻ കുറച്ച് വിളിച്ചപ്പോഴാൾ വന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കാണുന്നില്ല. അപ്പോൾ മുകളിലും മണിക്കിലൊക്കെ കെട്ടി. ഞാനൊരു മണി കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, കഴുത്തിൽ. അപ്പോൾ മണിക്കിലൊക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു മണ്ടയിലുണ്ടെന്ന്. വരുന്നില്ലേ താഴെ? ഞാൻ കാണിച്ചു കൊടുക്കട്ടെ നിന്നെ എല്ലാവർക്കും. വരുന്നില്ലേ? ഞാൻ പോവേണ്ടി. ബാ എന്റെ കുട്ടൂസ് എവിടെ? കുട്ടൂസേ, ബാ. ഉമ്മച്ചിയുടെ കുട്ടൂസല്ലേ? വാ. വരുന്നില്ലേ? ഇവൻ എന്താ മണി കെട്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? മഹാകുരുത്തം കെട്ടവനാണ്. ഇവ ഏത് റൂട്ട് പോകണമെന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ മണി കെട്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവൻ പോയി ഒളിച്ചിരിക്കുന്നവിടെ എനിക്ക് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. ഇവൻ പോയി ഒളിച്ചിരുന്ന ആളെ. സോ ആ പോണ റൂട്ട് കണ്ടുപിടിക്കാൻ ഞാൻ കെട്ടിയിട്ട് കൊടുത്തത് കേട്ടോ ഈ മണി. ഇതാകുമ്പോൾ ഇവ എത്ര ഒളിച്ചിരുന്നാലും ഇത് കിളുങ്ങുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും എവിടെ ഉണ്ടെന്നുള്ളത്. മഹാകുരുത്തം കെട്ടവനാണ്. ഈ ഇരിക്കുന്ന കണക്കൊന്നുമല്ല. ഞാൻ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. കരുമാടി ആയതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടും കാര്യം ഇങ്ങനെ പറയാൻ പാടില്ലല്ലേ എൻ്റെ കുട്ടൂസിനെ. ഇതേണ്ട കണ്ട പാടാ താഴെ. വരുന്നില്ലേ? നീ സുന്ദര കുട്ടപ്പനാ. ലൈറ്റ് ഇല്ലേലും നീ സുന്ദരനാ. വരുന്നില്ലേ? ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ
ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല. ഓക്കെ. അയ്യോ, ഞങ്ങൾ നടന്ന് കുഴഞ്ഞ് ഒരു പരുവമായി. ഓക്കെ, ഞാൻ കുട്ടൂസിൻ്റെ അടുത്തുനിന്ന് ഇങ്ങ് വന്നു. അയ്യോ, നടന്ന് കുഴഞ്ഞ ഒരു പരുവമായി കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കുട്ടി വ്ളോഗായിരുന്നു. ആക്ച്വലി വ്ളോഗൊന്നും എടുക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും പോയതല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ഞാൻ കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അത് വ്ളോഗാക്കി എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് തന്നെ കാണുമല്ലോ, അപ്പോൾ എനിക്ക് ഇനിയും അത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ, അടിപൊളി കാറ്റ്. ആക്ച്വലി ഈ ഒരു ഇതിൽ നമുക്ക് നടക്കുന്നത് നല്ല രസമാണ്. പക്ഷേ നടക്കാൻ മടിച്ചായി ഞാൻ നടക്കൂല. എൻ്റെ ഉമ്മ എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ കേട്ടോ. ഗേറ്റ് തുറന്ന് നടക്കണം, മിക്കവാറും അപ്പുറത്തെങ്ങാനും പോയതായിരിക്കും. അപ്പോൾ നമുക്ക് വ്ളോഗ് ഇവിടെ നിന്ന് അവസാനിപ്പിക്കാം. എൻ്റെ മാവ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോയിൽ. മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ആണ് കേട്ടോ ഞങ്ങളുടെ മാവ്. പക്ഷേ ഇത്രയും വലുതായിട്ട് ഇതുവരെ ഈ മാവ് പൂത്തില്ല. അത് ഭയങ്കര ഒരു സങ്കടമാണ്, ചതിയാണ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആശിച്ച് കൊതിച്ചിട്ട് ഇങ്ങനെ പൂക്കാതെ നിൽക്കുന്നത് ഒട്ടും ശരിയുള്ള കാര്യമല്ല. ഞാൻ എപ്പോഴും വന്നിട്ട് ഇവനോട് പറയും, നീ പൂക്കാത്തത് ശരിയല്ല എന്ന്. കാരണം എനിക്ക് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ മീൻസ് ഇപ്പം ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ സൈഡിലായിട്ടാണ് ഇത് കാണാൻ പറ്റണത്. അപ്പോൾ ഇങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മാവ് നിന്നിട്ട് അതിനകത്ത് നിറയെ ഇങ്ങനെ മാങ്ങ പിടിച്ച് കിടക്കുന്നത് എനിക്ക് ഭയങ്കര കൊതിയുള്ള കാര്യമാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ആശിച്ച് കൊതിച്ച് വെച്ചതാണ്. ബട്ട് ഇത് വരെ പൂത്തട്ടില്ല. എനിക്ക് എൻ്റെ മോനും മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ. ഓക്കെ, എന്ന് ഞാൻ ഇങ്ങനെ ടെക്സ്റ്റൈൽസിലുള്ളതും സാരീസും ചുരിദാസും ഒക്കെ അല്ലേ കാണിക്കുന്നത്, എന്ന് വിചാരിച്ചു എൻ്റെ നാട്ടിലുള്ളത് കാണിക്കാമെന്ന്. സോ അതാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത്. സോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ.